ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 5 കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ ടെർമിനോളജി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ കാണുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവസാനിപ്പിച്ച വീഡിയോ, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ചെയ്യും. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഒറിജിനൽ ആൻസേഴ്സ് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ആൻസർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ പുതിയ ചാപ്റ്ററിലോട്ടായിരിക്കും പ്രവേശിക്കുന്നത്. അപ്പോൾ പുതിയ ചാപ്റ്റർ എന്തായാലും നമുക്ക് പറയണതിന് മുന്നേ നമുക്ക് എന്തായാലും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കാം. ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നും കൂടി പ്രത്യേകം പറയണം. കാരണം ഒറിജിനൽ ആൻസേഴ്സ് ആയതുകൊണ്ട് ഇതിന് മുന്നേ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ അതെല്ലാം എന്താ പറയുക, ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് തെറ്റ് പറ്റിയാലും നിങ്ങൾക്ക് പറ്റരുത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുതിയ ചാപ്റ്ററിലോട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം. ഒരിക്കൽ കൂടി പറയുന്നത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 5 കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ജനറൽ സയൻസിൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ രീതിയിലല്ല വീഡിയോ ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റും. ആകെ 75 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ക്യാമറ ക്ലാരിറ്റി ഒക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമറ ക്ലാരിറ്റി ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ജസ്റ്റ് നമ്മൾ മൗനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാലും ചില ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറയും. തുടക്കവും സെൻറ്ററിൽ നിന്ന് ലാസ്റ്റും ഒക്കെ അത്രേ ഉള്ളൂ. 1. Choose the odd one out. A. Microcomputer. B. Mini computer. C. Supercomputer. D. Digital computer. Answer D. Digital computer. 2. The computer that is not considered as a portable computer is A. Laptop computer. B. Notebook computer. C. Mini computer. D. None of this. Answer C. Mini computer. Five, the unit that performs the arithmetical and logical operations on the stored numbers is known as dash. A. Arithmetic logic unit. B. Control unit. C. Memory unit. D. Both A and B. Answer A. Arithmetic logic unit. A terabyte comprises of A. 1024 gigabyte. B. 1024 kilobyte. C. 1024 megabyte. D. 1024 byte. Answer A. 1024 gigabyte. FPI stands for A. Folds per inch. B. Frames per inch. C. Figure per inch. D. Film per inch. Answer B. Frames per inch.
ഒക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. A centralized or distributed integrated repository for data storage connecting to one or more communications network. A centralized or distributed integrated repository for data storage connecting to one or more communications network. A, data center. B, data file. C, DBMS. D, none of this. Answer A, data center. The core banking solutions are generally based on A, closed system. B, open system. C, blind system. D, none. Answer B, open system. With 34 with the introduction of IT, the audit methodologies approaches are A, audit through the computer. B, audit around the computer. C, audit with the computer. D, all A, B, C. Answer D, all A, B, C. Answer D, all A, B, C. That is, which of the following are inbuilt security features in computers used in branches? A, transaction tracking. B, password and logging. C, data recovery and backups. D, disk duplex and mirror. Answer C, data recovery and backups. Which of the following is not an operating system? A, DOS. B, Oracle. C, Linux. D, Windows. Answer B, Oracle. In world, what combination of keys do you process to delete an entire word? A, CTRL plus DEL. B, Alt plus DEL. C, Shift plus backspace. D, Shift plus Alt plus DL. Answer A, CTR plus DL. Identify off the mouth while using web browser. A, Linux. B, Windows 98. C, Internet Explorer. D, Communicator. Answer C, Internet Explorer. Answer C, Internet Explorer. 51. A small amount of memory included in the processor for high speed access is called a register. B, cache. C, RAM. D, ROM. Answer B, cache. 52. A byte represents a group of A, 10 bits. B, 40 bits. C, 8 bits. D, 22 bits. Answer C, 8 bits. 55. Which one of the following does not generate a hardware interrupt? A, printer. B, hard disk. C, program error. D, floppy disk. Answer C, program error.
56. MS-DOS is usually supplied on a dash. A hard disk B, cartridge type, C CD-ROM, D floppy disk or diskettes. Answer D floppy disks or diskettes. MS-DOS is usually supplied on a dash. A hard disk B, a cartridge type, C CD-ROM, D floppy disk or diskettes. Answer D floppy disk or diskettes. 57. Which one of the software needed a compiler for its execution? A. DBase 4, B. Oracle, C. Lotus, D. Fortran. Answer D. Fortran. Sorry, answer D. Fortran. Which one of the software needs a compiler for its execution? A. DBase 4, B. Oracle, C. Lotus, D. Fortran. Answer D. Fortran. The first computer mouse is built by A. Douglas Engelbart, B. William English, C. Daniel Kagwer, D. Robert Savage. Answer B. William English. The first computer mouse is built by A. Douglas Engelbart, B. William English, C. Daniel Kagwer, D. Robert Savage. Answer B. William English. Spelling mistake ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. An integrated circuit IC is A. fabricated on a tiny silicon chip, B. a complicated circuit, C. much costlier than a single transistor, D. an integrating device. Answer A. fabricated on a tiny silicon chip. Answer A. fabricated on a tiny silicon chip. ഇനി നമുക്ക് ആൻസർ നോക്കാം. ഇതിന്റെ ഒറിജിനൽ ആൻസർ 75 ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് ഇനി പറയാൻ പോകുന്നത്. സോറി, വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ ഒറിജിനൽ ആൻസർ ആണ്. ഈ ബുക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ടിക്ക് ചെയ്യേണ്ടി വരുന്നത് ഈ ക്വസ്റ്റ്യന്റെ ഒപ്പം തന്നെ. കാരണം നമുക്കത് കംഫർട്ടബിൾ അല്ല ഇതിങ്ങനെ എപ്പോഴും നോക്കി നമ്മൾ ആൻസർ പറയാന്ന് വെച്ചാല്. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സോറി വീഡിയോ അല്ല, നമ്മുടെ ഈ ടോപ്പിക്സ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന പുതിയ ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് പുതിയ ചാപ്റ്റർ തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങിയാണ്. ഏൻഷ്യന്റ് ഹിസ്റ്ററി ആണ് ഫസ്റ്റ് വരുന്നത്. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ 1 in ഏൻഷ്യന്റ് ഹിസ്റ്ററി. വലിയ ചാപ്റ്റർ ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളത്. അല്ലാണ്ട് നമ്മളിപ്പോ പറഞ്ഞ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞ പോലെ അല്ല. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററി. The prehistoric period, Indus Valley Civilization 2500-1800 BC. The Vedic period, the Aryans, the emergence of kingdoms or Maharajapadas. The emergence of kingdoms or Mahajanapadas. Growth of Jainism and Buddhism. Magadha Empire 6th century to 4th century BC. Persian and Macedonian invasions. The Mauryan Empire 321-289 BC. Post-Mauryan period, the Gupta dynasty AD 322-550. Rise of feudalism in India. The Vardhanas AD 552-647. The Rajaputs AD 652-1200.
The Southern Dynasties. Ancient history നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് medieval history. The coming of Islam. The Mughal dynasty 1526, 1540 and 1555, 1857. Regional powers during Mughal period. 3. Modern history. The coming of the Europeans, British East India Company and the British rule, social and religious movements in the 9th century, victories of India, Indian freedom struggle, British rule after the 1857 revolt, Government of India at 1858, administrative, social and judicial systems after 1858. For Indian national movement. For Indian national movement, rise of nationalism, Indian National Congress (INC), terrorist and revolutionary movements, early phase of freedom struggle 1900-1915, middle phase of freedom struggle 1915, 1930, closer to freedom 1930, 1947. India wins freedom. Multiple choice questions. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അങ്ങനെ 4 ഭാഗം ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ വരുന്നുണ്ട്. ഇപ്പം ചാപ്റ്റർ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററിയാണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററി നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററി. It has been remarked that India has a world's most ancient civilization, yet it is one of the world's youngest nations. Although the official name Republic of India is of recent origin, it attests to the country's long historical existence. To the country's long historical existence. The name India comes from appellation used by the Persians, who used the word Hindu to refer to the land to the east of their ancient empire, across the mighty river Indus or Sindhu. The Greek also used river Indus as their reference when they called the inhabitants living across the river Indoi. The great epics and mythology trace the country's origin in an immemorial past as Aryavrasta or Bharad. Thus, India's past is as old as its present in new. Its culture and history is as vibrant as it is complex. Throughout its history of more than 50,000 years, India has survived countless trials of time, a testimony to its exemplary cultural stamina, always adapting her past to suit her present. India has continued to flourish. It has enriched every art and science known to the world and has been the birthplace of many religions, saints and cults. It has enriched every art and science known to the world and has been the birthplace of many religions, saints and cults. The practice of age-old traditions and the way of life have only added to the already vibrant tapestry of the contemporary Indian civilization. It has been remarked that India has world's most ancient civilization. Yes, it is one of the world's youngest nations. Although the official name Republic of India is of recent origin, it attests to the country's long historical existence. The name India comes from appellation used by the Persians, who used the word Hindu to refer to the land to the
east of their ancient empire, across the mighty river Indus or Sindhu. The Greek also used river Indus as their reference when they called the inhabitants living across the river Indoi. The great epics and mythology trace the country's origin in an immemorial past as Aryavrasta or Bharad. Thus, India's past is as old as its present is new. Its culture and history is as vibrant as it is complex. Throughout its history of more than 5,000 years, India has survived countless trials of time, a testimony to its exemplary cultural stamina, always adapting her past to suit her present. India has continued to flourish. It has enriched every art and science known to the world and has been the birthplace of many religions, saints and cults. The practice of age-old traditions and the way of life have only added to the already vibrant tapestry of the contemporary Indian civilization. The practice of age-old traditions and the and the way of life have only added to the already vibrant tapestry of the contemporary Indian civilization. The practice of age-old traditions and the way of life have only added to the already vibrant tapestry of the contemporary Indian civilization. ഇനി നമുക്ക് പറയാനുള്ളത് the prehistoric period. The Paleolithic man, approximately 5,80,000 BC. The Paleolithic man, approximately 5,80,000 BC. The earliest evidence of human life in India goes back to the Paleolithic age, approximately between 5,00,000 and 8,000 BC. Stone implements and cave paintings from this period have been discovered in many parts of South Asia. The term Paleolithic is derived from two Greek words meaning old stone. The chipped stones attributed to this period, found in large numbers in different parts of India, are made of a species of hard rock called quartzite. Therefore, a Paleolithic men in India are also known as quartzite men, ignorant of fire and agriculture. Therefore, Paleolithic men in India are also known as quartzite men, ignorant of fire and agriculture. Paleolithic men lead a savage life using stone weapons for hunting. There was no family life and people lived in caves and wandered in jungles. Historians suggest that Paleolithic men belongs to the Negrito race, like the modern people of the Andaman Islands, and were characterized by short stature, dark skin, curly hair and flat noses. Historians suggest that Paleolithic men belonged to the Negrito race like the modern people of the Andaman Islands and were characterized by short stature, dark skin, curly hair and flat noses. അപ്പോൾ ദ പ്രീ ഹിസ്റ്ററി പീരീഡിൽ പാലിയോളിത്തിക് മെൻ അപ്രോക്സിമേറ്റ്ലി 5,80,000 BC നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലിയാണ്. ഇത് നമുക്ക് പിന്നെ പറയാം. നമുക്ക് പ്രീ ഹിസ്റ്ററി നോക്കാം. അപ്പൊ അതിനുശേഷം പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി നോക്കാം. അപ്പൊ പ്രീ ഹിസ്റ്ററി നോക്കാം. Prehistory refers to periods of remote antiquity before the appearance of written records. For many scholars,
The term prehistory is virtually synonymous with prehistoric archaeology, representing a branch of archaeology in which the principles and techniques of the discipline have been developed without reference to texts, epigraphy, the study of inscriptions, or numismatics, the study of coins. Prehistory refers to periods of remote antiquity before the appearance of written records. For many scholars, the term prehistory is virtually synonymous with prehistoric archaeology, representing a branch of archaeology in which the principles and techniques of the discipline have been developed without reference to texts, epigraphy, the study of inscriptions, or numismatics, the study of coins. The different stages of man's progresses towards civilization may be broadly divided into 1. The Paleolithic Age, 2. The Mesolithic Age, 3. The Neolithic Age, and 4. The Metal Age. The different stages of man's progresses towards civilization may be broadly divided into 1. The Paleolithic Age, 2. The Mesolithic Age, 3. The Neolithic Age, and 4. The Metal Age. The Metal Age is further divided into 1. The Copper and Bronze Age, and 2. The Iron Age. As the most artifacts that we get as archaeological source are stone tools and weapons from the prehistoric period, the historians have preferred to divide history of human progresses on the basis of stone and metal tools, implements, technology. As the most artifacts that we get as archaeological source are stone tools and weapons from the prehistoric period, the historians have preferred to divide history of human progresses on the basis of stone and metal tools, implements, technology. പ്രീ ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം, പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി. നമുക്ക് നോക്കാം പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി. പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി. Until 1939, only a part of Punjab, which now falls in western Pakistan, had shown definite traces of 3 or 4 Stone Age cultures. These have been called pre-Sohan, early Sohan, late Sohan, and evolved Sohan, or chopper chopping and flake and blade industries. The first 4 are named after Sohan or Son, one of the important tributaries of the Sindhu River, along the banks of which the first artifacts were found. The latter group is named after the functional and technological character of the tools and broadly shows man's intellectual as well as material development. Until 1939, only a part of Punjab, which now falls in western Pakistan, had shown definite traces of 3 or 4 Stone Age cultures. These have been called pre-Sohan, early Sohan, late Sohan, and involved Sohan, or chopper chopping and flake and blade industries. The first 4 are named after Sohan or Son, one of the important tributaries of the Sindhu River, along the banks of which the first artifacts were found. The latter group is named after the function and technological character of the tools and broadly shows man's intellectual as well as material development. Studies are done in the Studies are done in the foothills of the southwestern Himalayas. Studies are done in the foothills of the southwestern Himalayas. Studies are done in the foothills of the southwestern Himalayas.
Studies are done in the foothills of the southwestern Himalayas. These constitute the Shikvalix and the Potwar Plateau. The latter is the part of ancient Pan-Canada, drained by the Sindhu-Sohan, Jhelum, Ravi, Satluj and Beas. Jhelum, Ravi, Satluj and Beas. It includes Rawalpindi. And other districts of western Punjab. Now in Pakistan, the various geological formations on these rivers were correlated by Diterra and Paterson with the onset and retreat of glaciers during the Pleistocene in the Kashmir Valley. The various geological formations on these rivers were correlated by Diterra and Paterson with the onset and retreat of glaciers during the Pleistocene in the Kashmir Valley. In Punjab, the presence of human beings was believed to have been first noticed in boulder conglomerate, which forms the topmost surface in the Sindhu. In Punjab, the presence of human beings was believed to have been first noticed in boulder conglomerate, which forms the topmost surface in the Sindhu, Sohan and other rivers. During the second ice age in Kashmir Valley, the Potwar Plateau had very heavy rains and rivers carried away boulders, and this had helped in forming the boulder conglomerate. In this formation were found huge flakes and split pebbles of quartzite. In this formation were found huge flakes and split pebbles of quartzite. Some of these were regarded as artifacts as they showed traces of chipping on the sides. To distinguish this industry from later industries, it was called pre-Sohan, but now it is considered that there were no clear signs of human activities on these flakes or pebbles. We may therefore say that man did not exist during the second ice age. It was called pre-Sohan, but now it is considered that there were no clear signs of human activities on these flakes and pebbles. It was called pre-Sohan, but now it is considered that there were no clear signs of human activities on these flakes and pebbles. We may therefore say that man did not exist during the second ice age. നമുക്കൊരു ഫിഗർ പറയാനുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഫിഗർ ഇതാണ്. ഫിഗർ 1.1 Paleolithic age not well shaped. Paleolithic age not well shaped. Figure 1.1 Paleolithic age not well shaped. Paleolithic age not well shaped. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലിയാണ്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ചില നിസ്സാര വേർഡ്സ് പോലും തെറ്റി പറയണ ഒരവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ദയവേത് ക്ഷമിക്കുക, പ്രത്യേകം പറയാണ്. ഓരോ സ്പോട്ടിൽ പറഞ്ഞു പോയാലും ശരിയാവില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. കാരണം CSET എന്നുള്ളൊരു പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരവസ്ഥയാണ്. ഇനി ഇതിലൊരു ഫിഗറാണ് വരുന്നത്. നമ്മൾ പറ്റാവുന്ന ക്യാമറ ക്ലാരിറ്റി വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഗർ മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. ഇവിടെ 3 ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്, 3 ടൈപ്പായിട്ട്. ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഫസ്റ്റ്, സെക്കൻഡ് മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, തേർഡ് ലൈറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. അപ്പോൾ ആ ട്രയാങ്കിള്, സർക്കിള്, സ്ക്വയർ. ഫസ്റ്റ് ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, ലൈറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്.
ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയാണ് ഫസ്റ്റ് ഒരിക്കൽ കൂടി പറയാണ്. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. ഫസ്റ്റ് ട്രയാങ്കിള്, പിന്നെ സർക്കിള്, സ്ക്വയർ. ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. ഈ എന്താ പറയാ, ഈ സൈനുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് മുതൽ നോക്കാം. ഒന്നാമത്തെ 1 കിടക്കുന്നത് ഇവിടെയാണ്. 1 ആർസോൺ. നമ്മൾ പേന യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പേന യൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വ്യക്തത ഉണ്ടാവില്ല. 1 ആർസോൺ, ആർ ജിഹുലം, ആർ ചിനാബ്, ആർ രവി, ആർ സത്ലജ് എന്നൊക്കെ വായിക്കുമ്പോൾ അവിടെ അത്ര പോരാ. അപ്പം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മളിത് ഈ ഫിഗർ നോക്കി പറയാണ്. അപ്പം നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കുക. ഈ സർക്കിളും അതുപോലെ തന്നെ ട്രയാങ്കിള്, സ്ക്വയറൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അത് ഈ ഫിഗറിൽ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക ദയവേത്. അപ്പോൾ 1 ഈ പ്ലേസസ് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ പേന ഒഴിവാക്കുന്നത്. പെൻ ടച്ച് ചെയ്ത് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ 1 ആർസോൺ, ആർ ജിഹുലം, ആർ ചിനാബ്, ആർ രവി, ആർ ഇൻഡസ്, ആർ സത്ലജ്, ആർ ക്യാബുൾ. അപ്പോൾ 1 ആർസോൺ, ആർ ജിഹുലം, ആർ ചിനാബ്, ആർ രവി, ആർ സത്ലജ്, ആർ ബീസ്, ആർ ഇൻഡസ്, ആർ ക്യാബുൾ. അപ്പോൾ 1ന്റെ അവിടെ അതിൻ്റെ അരികത്തായിട്ട് തന്നെ സർക്കിളും ട്രയാങ്കിളും ഉണ്ട്. പിന്നെ 2 ആർ ബീസ്, 2 ആർ ബീസ്. നമ്മൾ പറഞ്ഞത് തന്നെ പറയേണ്ടി വരുന്നുണ്ട്, പ്രത്യേക രീതിയിൽ പറഞ്ഞു പോകുമ്പോ. 2 ആർ ബീസ്, ആർ ജമുന, ആർ ഗംഗ. 2 ആർ ബീസ്, ആർ ജമുന, ആർ ഗംഗ, ആർ ലൂണി, ആർ ചമ്പാൾ, ആർ സബർമതി, ആർ മാഹി. ഒരിക്കൽ കൂടി പറയാണ്, നമ്മൾ ചിലത് പറയാൻ വിട്ടുപോയി. 2 ആർ ബീസ്, ആർ ജമുന, ആർ ഗംഗ, ആർ ചമ്പാൾ, ആർ റൂണി. പിന്നെ 13 ആർ സബർമതി, 7 ആർ മാഹി. പിന്നെ 4 ആർ ചമ്പാൾ, ആർ ഗംഗ, 14 ആർ ഗംഗ. അപ്പൊ ഒന്നുകൂടി പറയണ്. 2 ആർ ബീസ്, ആർ ജമുന, ആർ ലൂണി, 13 ആർ സബർമതി, 19 ആർ ചമ്പാൾ, 14 ആർ ഗംഗ. ആർ ബീസ്, ആർ ലൂണി, ആർ ജമുന, ആർ ഗംഗ, 13 ആർ സബർമതി, 19 ആർ ചമ്പാൾ, 14 ആർ ഗംഗ. പിന്നെ 7 ആർ മാഹി. പിന്നെ 4 ആർ ചമ്പാൾ, 11 15 17
സോറി, ഞാൻ ഒരു വട്ടം കൂടി പറയണം, കാരണം നമ്മളിത് പറഞ്ഞത് ശരിയായില്ല, അതുകൊണ്ടാണ്. ദയവത് ക്ഷമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയണം. 1 ആർ സോൺ, ആർ ജഹുലം, ആർ ചിനാബ്, ആർ രവി, ആർ സത്ലജ്, ആർ ഇൻഡസ്. ആർ 1 ആർ സോൺ, ആർ ജഹുലം, ആർ ചിനാബ്, ആർ രവി, ആർ ഇൻഡസ്, ആർ സത്ലജ്. 1 ആർ സോൺ, ആർ ജഹുലം, ആർ ചിനാബ്, ആർ ഇൻഡസ്, ആർ രവി, ആർ സത്ലജ്. 1 ആർ സോൺ, ആർ ജഹുലം, ആർ ചിനാബ്, ആർ ഇൻഡസ്, ആർ രവി, ആർ സത്ലജ്. 2 ആർ ബീസ്, 2 ആർ ബീസ്, 2 ആർ ബീസ്. ആർ ലോണി, ആർ ജമുന, ആർ ഗംഗ. 3 ആർ പേനാർ, 3 ആർ പേനാർ. 3യുടെ അവിടെ ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സിന്റെ, മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സിന്റെ, ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സിന്റെയും സൈൻ കൊടുത്തിട്ടുണ്ട്. 3 ആർ പേനാർ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കാം. 3 ആർ പേനാർ. 4 ആർ ചമ്പൽ, 4 ആർ ചമ്പൽ. ഇവിടെയും ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സും പിന്നെ മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സിന്റെയും സൈൻ ഉണ്ട് 4ന്റെ അവിടെ. ആർ ചമ്പൽ. പിന്നെ 5 പിന്നെ 6 ആർ മെഹന്തി, 6 ആർ മെഹന്തി, 6 ആർ മെഹന്തി. ആർ വെയിൻഗംഗ, ആർ വർദ്ധ, ആർ വർദ്ധ. 6 ആർ മഹാനദി, ആർ വെയിൻഗംഗ, ആർ വർദ്ധ. 7 ആർ സബർമതി, ആർ മാഹി, ആർ നർമ്മദ. 7 ആർ മാഹി, ആർ നർമ്മദ, ആർ താപ്തി. 7 ആർ മാഹി, ആർ നർമ്മദ, ആർ താപ്തി. 7 ആർ മാഹി, ആർ നർമ്മദ, ആർ താപ്തി. 8ന്റെ അവിടെ ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സും മിഡിൽ ഓൺ സ്റ്റോൺ ഏജ് സൈറ്റ്സും ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സിന്റെയും സൈൻ ചെയ്തിട്ടുണ്ട്. 8 9 പിന്നെ 10 ആർ തുംഗഭദ്ര, 10 ആർ തുംഗഭദ്ര. 10 ആർ തുംഗഭദ്ര. 11 ആർ ചമ്പൽ, 11 ആർ ചമ്പൽ. പിന്നെ 12 ആർ കാബൂൾ, 12 ആർ കാബൂൾ. 13 ആർ സബർമതി, 13 ആർ സബർമതി. 13 ആർ സബർമതി. 13 ആർ സബർമതി. 14 ആർ ഗംഗ, 14 ആർ ഗംഗ. 14 ആർ ഗംഗ. 15 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. 15 ലേറ്റ്
Stone Age sites, 16 late Stone Age sites, are Narmada, are Tapti, are Varda. 16 are Narmada, are Tapti, are Varda. 17 late Stone Age sites are Son. 17 are Son. 18 late Stone Age sites. നമ്മൾ ഈ ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ സൈനാണ്, സ്ക്വയറും സർക്കിളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. സ്ക്വയർ സർക്കിളൊക്കെ വരുന്നിടത്താണ് മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ് എന്നും ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ് എന്നും ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ് എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യം തന്നെയാണ്. 18 ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ്. ഇനി 19 late Stone Age sites. 90 late Stone Age sites are Chambal. 20 late Stone Age sites. 20 late Stone Age sites. 21 are Kaveri. Late Stone Age sites are Kaveri. 21 late Stone Age sites are Kaveri. Late Stone Age sites are Kaveri. 21 late Stone Age sites are Kaveri. 22 late Stone Age sites. Late Stone Age sites. 23 late Stone Age sites. Late Stone Age sites. Late Stone Age sites. 24 Middle Stone Age sites. Late Stone Age sites. 24 Middle Stone Age sites. Late Stone Age sites. 25 Middle Stone Age sites. Late Stone Age sites. 25 Middle Stone Age sites. Late Stone Age sites. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ ആണ്. അതിൽ ഏർലി സ്റ്റോൺ ഏജ് സൈറ്റ്സ്, മിഡിൽ സ്റ്റോൺ ഏജ് സൈറ്റ്സ്, ലേറ്റ് സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു. 25 വരെ വരുന്നുണ്ട് ഇവിടെ. നമ്മൾ ഇത്രയും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞത് അത്ര പോരാ. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്കില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. കാരണം ഇത് അത്ര പോരാ. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് അങ്ങനെ നമ്മളത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഫിഗർ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക മനസ്സിൽ. അത് മാത്രം നമ്മൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ. ഇനി വരുന്നതൊക്കെ വലിയ ടോപ്പിക്സ് ആണ്, ഭയങ്കര വലിയ ടോപ്പിക്സ് ആണ്. അത് നമുക്ക് പറയാം. എന്തായാലും ഈ ഫിഗർ ഓർത്ത് വയ്ക്കാം. 25 വരുന്നുണ്ട് 1 മുതൽ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. എന്തായാലും കുറേ തന്നെ ഈ ടോപ്പിക് തന്നെ നോക്കി നമ്മുടെ ടൈം കുറേ പോയി. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ കറക്റ്റ് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കടമയുണ്ട്. അപ്പം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറയുന്നു. എനിക്ക് എന്തുമാത്രം മനസ്സിലാവുന്നുള്ള എനിക്ക് അറിയില്ല അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഏൻഷ്യന്റ് ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത് അസസ്മെന്റ് ഓഫ് പ്രീ ഹിസ്റ്ററി 1,
പെനിൻസുലാർ ഇന്ത്യ. പിന്നെ ഈ മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ നമ്മൾ ക്ലാസ് എടുക്കും. പിന്നെ ദ മെസോലിത്തിക് മാൻ അപ്രോക്സിമേറ്റ്ലി 8000-4000 BC. ഫിഗർ 1.2 മെസോലിത്തിക് ഏജ് ഷേപ്ഡ് ബട്ട് നോട്ട് പോളിഷ്ഡ്. പിന്നെ ഫിഗർ 1.3 മെഗാലിത്തിക് ബറിയൽ ടൈപ്സ്. Assessment of prehistory 2. Prehistory important terms. The Neolithic man or New Stone Age 4000-1800 BC. The Metal Age 1800-1000 BC. Figure 1.4 Neolithic Age well shaped, sharp, polished. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദയവേത് ക്ഷമിക്കുക. പിന്നെ ആ ഫിഗർ നമ്മൾ പറഞ്ഞത് ഫിഗർ അല്ല മാപ്പ്, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം കൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ദയവേത് ക്ഷമിക്കുക എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് നമ്മൾ പറഞ്ഞത് അങ്ങനെ അത്ര പെർഫെക്റ്റ് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയാനാവില്ല. നിങ്ങളല്ലെങ്കിൽ വിചാരിക്കും എന്തിനാണ് ഇതുപോലെ പറഞ്ഞ് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മളതൊക്കെ എടുത്തു പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോയിലുള്ള ഡ്രോബാക്സ് എന്ത് തന്നെയായാലും ഏത് രീതിയിലുള്ളതാണെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കാണ്. ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാനാവില്ല. നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല വീഡിയോയിൽ. അങ്ങനെ ഒരു പ്രാവശ്യമാണ് നമ്മൾ ആകെ പറയുന്നത്, 1 ടൈം എക്സ്പ്ലനേഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്തുമാത്രം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതും നമുക്ക് പറയാനാവില്ല. അപ്പം നമ്മുടെ വീഡിയോയിലുള്ള എന്താ പറയുക ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ള കടമയുണ്ട് തുറന്ന്. അതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്കും കംഫർട്ടബിള്. ഒരു ഓപ്പൺ ആയിട്ടുള്ള രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിനും ക്ഷമ ചോദിച്ച് കറക്റ്റായിട്ട് പോകുന്നത്. ഇപ്പം ആ മാപ്പിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾക്കറിയാം, അത് കുറേയും കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് അങ്ങനെ ഓരോ കാര്യം എടുക്കുക. പിന്നെ ചില നിസ്സാര വേർഡ്സൊക്കെ തെറ്റി പോകാറുണ്ട് പറയുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡ്രോബാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചാൽ ഈ ഒരു വീഡിയോ മാത്രം ബേസ് ചെയ്തിട്ടല്ല, ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോനെയും ബേസ് ചെയ്തിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും വാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോനെയും ബേസ് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം എല്ലാ വീഡിയോയിലും നമുക്ക് തന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ചില വീഡിയോകൾ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത് പറയുന്നത്, നമ്മുടെ വീഡിയോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണമെന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ല, എൻ്റെ വീഡിയോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പറയുന്നില്ല. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ തെറ്റായ കമൻസ് അയക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞാലും കാര്യമൊന്നും ഉണ്ടാവില്ല. അയക്കുന്നവരെന്തായാലും അയക്കും. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കാം എന്ന് വിചാരിച്ചിട്ട് പറയണമെന്നുള്ളൂ. കാരണം നമ്മുടെ വീഡിയോൻ്റെ താഴെ തെറ്റായ കമൻസ്, പിന്നെ അതിനെ ചൊല്ലി ഒരുപാട് പേര് രംഗത്തേക്ക് വരും. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദയവേത് നിങ്ങൾ തെറ്റായ കമൻസ് അയക്കരുതെന്നുള്ളതും പ്രത്യേകം പറയാണ്. കാരണം യൂട്യൂബ് എന്നുള്ളൊരു മേഖല നമുക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത്. കമൻസ് ഇടുന്നത് ഓരോരുത്തർ സ്വാതന്ത്ര്യമാണ് എല്ലാം കൊണ്ടും, നമുക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാം കമൻസിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് പറയണമെന്നുള്ളൂ. എന്തായാലും
മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും വീഡിയോ ചെയ്യുമ്പോഴേക്കാം. അപ്പം എൻ്റെ ഒരു താല്പര്യമാണ് ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വഴി സ്വീകരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതികൾ, സ്റ്റൈലുകൾ, അതുപോലെ തന്നെ ചിന്താഗതികൾ, പ്രോത്സാഹനങ്ങൾ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ഇതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് റിപ്ലൈ തരാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി ഞാനിവിടെ വീഡിയോയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം അത് അതിൻ്റെതായ രീതിയിൽ ദയവേത് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോനെ ചൊല്ലി വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവും എന്ന് പറയാം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നതൊക്കെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിലൊക്കെ. ഒന്നില്ലെങ്കിൽ ആ ടൈമിൽ പറയും, അല്ലെങ്കിൽ പിന്നീട് പറയും, അല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള നമുക്കറിയാം. ഇനി എന്തൊക്കെ നമ്മൾ എന്താ പറയാ കാര്യ രീതിയിൽ പറഞ്ഞാലും ചിലപ്പോൾ കമൻസ് ആണെങ്കിലും ഓപ്പോസിറ്റ് വീഡിയോ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നടക്കും എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എന്നാലും നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. പിന്നെ 24/8/2024 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അത് ഗാലറിയിൽ തന്നെ ചെയ്തേക്കാണ്. ഒരിക്കലും നമുക്കത് എഫക്ട്സും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണ ഒരു അവസ്ഥയിലേക്ക്, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്യണ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് ആ വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അത് ഇത്ര നാൾ ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക. വീഡിയോ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് കുറച്ചും കൂടി നല്ല എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് മനോഹരമാക്കിയിട്ടായിരിക്കും നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം എന്നും കൂടി ഞാൻ പറയണം. നമ്മൾ ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.